വോട്ടർമാരുമായി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി മുഴുവൻ വോട്ടർമാരും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകണം എന്നുള്ള അപേക്ഷയുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വോട്ടർമാർ തീരുമാനമെടുത്തിരിക്കുന്നു. അതിൽ കോൺഗ്രസ് ഉണ്ടാകില്ല, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല, ഒരു വ്യത്യാസവുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാ പാർട്ടിയിലെയും നല്ല മനുഷ്യർ, വികസനം ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യും എന്നുള്ളത് ശ്രീമാൻ VD സതീശന് ബോധ്യപ്പെട്ടു, ശ്രീമാൻ KC വേണുഗോപാലിനും ബോധ്യപ്പെട്ടു. പാലക്കാടിലെ BJP വിജയിക്കുമെന്ന് രണ്ടുപേർക്കും ഉറപ്പായി. അത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന് മാത്രമേ ഉറപ്പില്ലാത്തതുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു ചോദ്യം ഞാൻ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് 47 വർഷക്കാലം ഈ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ MLA ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് പാലക്കാട് ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ എന്തിനാണ് നിങ്ങൾ ഒളിച്ചോടി പോകുന്നത്? അതായത് നിങ്ങളുടെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് വികസനത്തിൽ നിന്നാണ്. വികസനം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. 47 വർഷക്കാലം പാലക്കാടിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് വികസനത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ആരോപണവുമായിട്ട് ഈ കേരളത്തിന് മുന്നിൽ അവർ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുമാത്രവുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് 47 വർഷം കോൺഗ്രസും 20 വർഷത്തിലധികം LDFും ഇവിടെ പ്രതിനിധീകരിച്ചിട്ടും പാലക്കാടിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ന് പരാജയമാണെങ്കിൽ ആ പരാജയത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവർ പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ ശോഭ നിയമസഭയിൽ പോയാൽ മതി. പാലക്കാട്ടുകാർക്ക് എല്ലാ 3 പാർട്ടിക്കും കൂടി ഒരാൾ മതി എന്നാണ് ഇപ്പോൾ പാലക്കാട്ടിലെ അമ്മമാരും സഹോദരന്മാരും ഒക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ വീടുകളിലും കയറി ചെല്ലുകയാണ്. UDF വിജയിച്ച മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ഇപ്പോൾ ഗുജറാത്തി മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അത് കൃത്യമായിട്ട് വികസനമാണ് ലക്ഷ്യമെന്നുള്ള അത്തരത്തിലൊരു കൃത്യമായ സന്ദേശം നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് മാത്തൂരിലെയും കണ്ണാടിയിലെയും ഇരായിരിയിലെയും കർഷകർ ഇന്നും ദുരിതം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. ജലസാന്ദ്രത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്, അത്യുഷ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഒരുപക്ഷെ സ്ഥാനാർത്ഥിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനേ പാടില്ലാത്തതുള്ളൂ, അല്ലേ? ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശോഭയ്ക്ക് ഏതാണ്ട് 50ഓളം വരുന്ന ആളുകൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ 50 കുളങ്ങൾ കുഴിക്കാൻ വേണ്ടി 5 സെൻറ്റ് തരാമെന്ന് ഇങ്ങോട്ടേക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് 52ഓളം ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അവരുമായി ചർച്ച നടത്തുന്നത് ISROയുടെ ഡയറക്ടറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് ഇവിടെ ഞങ്ങൾ ജലസംഭരണി എങ്ങനെ ഉയർത്താൻ സാധിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ മറ്റൊരു ടീമുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സമഗ്രമായിട്ടുള്ള വികസനം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്.